കോൺഗ്രസിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അതെന്തെന്ന് വെച്ചാൽ കടിച്ചു തൂങ്ങിക്കിടുന്ന പീഡന വീരന്മാരെല്ലാം BJP-യിലേക്ക് ചേക്കേറി എന്നതാണ്. ഇതാ കോൺഗ്രസിൽ ചെന്നാൽ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് മറുകണ്ഠം ചാടിയാൽ എന്തോ വലുത് കിട്ടുമെന്ന് കരുതിയ മുനിരത്നയ്ക്ക് കണക്കിന് കിട്ടി. ആയുഷ്കാലം അഴിയെണ്ണിക്കിടക്കാനുള്ള വക അടിച്ച് പാസാക്കി കിട്ടിയിട്ടുണ്ട്. കർണാടകയിലെ BJP MLA മുനിരത്ന ബലാത്സംഗ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. MLA-ക്കെതിരെ ഹണി ട്രാപ്പ് കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. രാമനഗര ജില്ലയിലെ കഗലിംഗപുര പോലീസാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. ബാംഗ്ലൂരു സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിന് പിന്നാലെ MLA പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്കിടയിൽ മുനിരത്നയ്ക്കെതിരെ എടുക്കുന്ന മൂന്നാമത്തെ ക്രിമിനൽ കേസാണിത്. ജാതി അധിക്ഷേപത്തിനും ജീവൻ ഒടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനും വയലിക്കാവൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് 2 കേസുകളിൽ ഇന്നലെയായിരുന്നു കോടതി ഇയാൾക്ക് ജാമ്യം അനുവദിച്ചത്. ഇതിനു പിന്നാലെയാണ് സെൻട്രൽ ജയിലിൽ DSP ദിനകർ ഷെട്ടിയുടെ നേതൃത്വത്തിലുള്ള സംഘം MLA-യെ കസ്റ്റഡിയിലെടുത്തത്. കേസുമായി ബന്ധപ്പെട്ട് MLA ചോദ്യം ചെയ്ത് വരികയാണ്. നാളെയാണ് ഇയാളെ ഹാജരാക്കും എന്നറിയിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത്. ബലാത്സംഗം, ഹണി ട്രാപ്പ്, ബലാത്സംഗ വീഡിയോ ചിത്രീകരിക്കൽ, വനിതാ സാമൂഹിക പ്രവർത്തകയെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് MLA-ക്കെതിരെ കർണാടക പോലീസ് FIR-ൽ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ഇയാളെ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ ചെയ്തിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിക്കുകയായിരുന്നു. BBMP കരാറുകാരനെതിരെ വധഭീഷണി മുഴക്കൽ, ജാതി അധിക്ഷേപം എന്നീ കുറ്റങ്ങൾ ചുമത്തിയായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ 14-ന് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് പ്രത്യേക കോടതി ഇന്നലെ ജാമ്യം നൽകുകയായിരുന്നു. എന്നാൽ ജയിൽ മോചിതനാവും മുൻപേ കഗലിംഗപുര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മുനിരത്ന വീണ്ടും അറസ്റ്റിലാവുകയായിരുന്നു. ഒരു വനിതാ സാമൂഹിക പ്രവർത്തകയാണ് പരാതിക്കാരി. മുനിരത്നയെ തന്റെ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കിടയിലാണ് പരിചയപ്പെട്ടത് എന്നാണ് യുവതി പറയുന്നത്. പിന്നീട് മൊബൈലിൽ സംസാരിച്ച് മുനിരത്ന അടുപ്പം വളർത്തി. ശേഷം മുത്യലനാഗറിലുള്ള ഇയാളുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു എന്നാണ് ആരോപണം. കൂടാതെ ഈ സംഭവം വീഡിയോയിൽ പകർത്തുകയും പിന്നീട് ദൃശ്യങ്ങൾ കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായിട്ടും പരാതിക്കാരി പറയുന്നുണ്ട്. നിരവധി സ്വകാര്യ റിസോർട്ടുകളിൽ പലരെയും ഹണി ട്രാപ്പിന് വിധേയരാക്കുവാൻ MLA ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. MLA-ക്ക് പുറമെ 6 സഹായികളെയും എതിരെ പോലീസ് കേസെടുത്തു.